ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന കടക്കരപ്പള്ളിയിലെ ദല്ലാളുടെ ശബ്ദരേഖ ന്യൂസ് 18 പുറത്തുവിട്ടു. ബിന്ദുവിന്റെ വീട് വിറ്റ ദല്ലാൾ സോഡാ പൊന്നപ്പനും കടക്കരപ്പള്ളി സ്വദേശി ശശികലയും തമ്മിൽ 4 വർഷം മുമ്പ് നടന്ന സംഭാഷണമാണിത്. സോഡാ പൊന്നപ്പനും ഫ്രാങ്ക്ലിനും ഇക്കാര്യം സ്ഥിരീകരിച്ചുവെന്നും ശശികല ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. സംഭവത്തിൽ ശശികലയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിന്ദുവിനെ കൊന്നതാണെന്ന് പറയുന്ന ശബ്ദരേഖയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബിന്ദു പത്മനാഭന്റെ തിരോധാനം കൊലപാതകമാണെന്ന നിർണായക വെളിപ്പെടുത്തലടങ്ങുന്ന ശബ്ദരേഖയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ബിന്ദുവിന്റെ കടക്കരപ്പള്ളിയിലെ വീടും പുരയിടവും വിറ്റു നൽകിയ ദല്ലാൽ സോഡാ പൊന്നപ്പനും കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയും തമ്മിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭാഷണമാണിത്. ബിന്ദുവിനെ ദല്ലാൽമാരായ സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് സോഡാ പൊന്നപ്പൻ ശശികലയോട് പറയുന്നു. ബിന്ദുവുമായി സൗഹൃദം സ്ഥാപിച്ചു. സ്ഥലവിൽപ്പന നടത്തുകയും സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ഒരുമിച്ച് മദ്യപിക്കുകയും ചെയ്തിരുന്നു. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് മയക്കുമരുന്ന് നൽകി ബോധരഹിതയാക്കിയ ശേഷം ഇരുവരും ചേർന്ന് ശുചിമുറിയിൽ വെച്ച് ബിന്ദുവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തലും പൊന്നപ്പൻ നടത്തുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടുപ്പിച്ച് ബാത്റൂമിൽ ബാത്റൂമിലിട്ട് അടക്കം ഉണ്ടായില്ല. പിന്നെ നമ്മളതിനകത്ത് അങ്ങനെ തല്ലി പോയി. അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ബിന്ദു സെബാസ്റ്റ്യന്റെ കരണത്തടിച്ചുവെന്നും ഇക്കാര്യം സെബാസ്റ്റ്യൻ സമ്മതിച്ചതായും ശശികലയോട് സോഡാ പൊന്നപ്പൻ പറയുന്നു. ബിന്ദുവിന്റെ കുടുംബ വീട് വിൽക്കുന്ന സമയത്ത് ഫർണിച്ചറുകൾ വിൽപ്പന നടത്തിയതും പുരയിടത്തിലെ മരങ്ങൾ വെട്ടിവിറ്റതും സോഡാ പൊന്നപ്പനായിരുന്നു. അവിടെ സെബാസ്റ്റ്യനായിട്ട് പോയി സെബാസ്റ്റ്യന്റെ കരണത്തിട്ട് അവളടിച്ചു. ഇവനോടി നമ്മുടെ സോഡാക്കടയാണെന്ന് വന്നവിടെ നമ്മൾ തന്നെ കരണത്തിട്ടാരും ഓടിച്ചു. അത് സിന്ധുവാണ്. ഞാൻ പറഞ്ഞ എന്താ കാര്യം, അത് ഒരു ആവശ്യമില്ലാത്ത കാര്യം അവരടിച്ചതിൽ ഭാഗ്യക്കുറവൊന്നും ഇല്ല, അടിച്ചോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ വീടും സ്ഥലമൊക്കെ വിറ്റതിന് ശേഷം ഇവർ രണ്ടുപേരും പിന്നെ അവിടെ നിന്ന് മാറിയത്. ഇത് അവന്റെ കിടക്കയുടെ അടിയിൽ നിന്നാണ് ഇവര് മൊത്തം അവന്റെ അച്ഛൻ അമ്മയും കൂടി വെച്ചിരുന്ന കാശ് മുഴുവൻ ഇയാടയിലാണ് വന്നത്. ഇവര് രണ്ടുപേരും ഫോൺ സംഭാഷണത്തിൽ സോഡാ പൊന്നപ്പൻ പറഞ്ഞത് കൂടാതെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ ബിന്ദു കൊല്ലപ്പെട്ടു എന്ന വിവരം തന്നോട് നേരിട്ട് പറഞ്ഞിരുന്നുവെന്നും ശശികല വെളിപ്പെടുത്തി. ഈ പറഞ്ഞ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അല്ലേ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വാമൊഴിയാണ്. വാമൊഴി നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വിശ്വസിക്കുന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഭയമായിരുന്നു. ആ ഭയം കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്തെങ്കിലും ഒരു തെളിവില്ലാതെ എനിക്ക് പുറം ലോകത്തെ അറിയിക്കാൻ പറ്റിയില്ലായിരുന്നു. സെബാസ്റ്റ്യനെ ഫ്രാങ്ക്ലിന്റെ വീട്ടിൽ വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ട്. കൊലപാതക വിവരം പങ്കുവച്ച ശേഷം ഫ്രാങ്ക്ലിൻ തന്നെയും കുടുംബത്തെയും ഭയപ്പെടുത്താൻ ശ്രമിച്ചു. സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടോ? ഈ ഫ്രാങ്ക്ലിന്റെ വീട്ടിൽ വെച്ച് സെബാസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഫ്രാങ്ക്ലിൻ എന്നോട് പറഞ്ഞത് സെബാസ്റ്റ്യൻ പല ആവർത്തി അവിടെ വരാറുണ്ടായിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഇയാൾ പോകാറുണ്ടായിരുന്നു. പള്ളിപ്പുറത്താണ് വീട്, പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരൊറ്റ പ്രാവശ്യം ഞാൻ സെബാസ്റ്റ്യനെ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. 4 വർഷം മുമ്പ് താൻ ഈ ശബ്ദരേഖ പോലീസിൽ ജോലി ചെയ്യുന്ന സഹോദരൻ വഴി ക്രൈംബ്രാഞ്ച് സംഘത്തെ ഏൽപ്പിച്ചതായും ശശികല പറഞ്ഞു. പുതിയ അന്വേഷണ സംഘം ശശികലയിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു. സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിനായി ഭൂമാഫിയയുടെ കൂടി പങ്കാളിത്തത്തോടെ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ കൊന്നതാണെന്ന വിലയിരുത്തലിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ന്യൂസ് 18 പുറത്തുവിടുന്ന നിർണായക വെളിപ്പെടുത്തൽ. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.